റോക്കറ്റിൽ കയറി അനായാസം ബഹിരാകാശത്ത് പോകുന്ന കാലത്താണ് ഇന്നൊരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് പറക്കാൻ വിമാനത്തിൽ മണിക്കൂറുകൾ വേണ്ടിവരുന്നത്. അതും വിമാനത്തിൽ ടിക്കറ്റ് കിട്ടാൻ കാത്തിരിക്കണം. ഇനി കിട്ടിയില്ലെങ്കിൽ യാത്ര അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കണം. അങ്ങനെ എന്തെല്ലാം നൂലാമാലകളാണ്. ഇന്ത്യയിലേക്ക് വന്നാൽ ആഭ്യന്തര യാത്രകൾക്കായി വിമാന ടിക്കറ്റിനായി കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. ഇനി യാത്ര ബസ്സിലാണെന്ന് ഓർത്തു നോക്കൂ. തലങ്ങും വിലങ്ങും ഓടുന്ന KSRTCയിൽ പോലും ചിലപ്പോൾ ടിക്കറ്റിന് പ്രയാസമാണ്. എന്നാൽ ബസ്സിൽ കയറി മറ്റ് രാജ്യങ്ങളിലൂടെ ഒന്ന് കറങ്ങിയാലോ, അതും കുറഞ്ഞ ചെലവിൽ. എന്നാൽ പിന്നെ അതിനായുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കോ. തുർക്കിയിലെ ഇസ്താംബൂളിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്, അവസാനിക്കുന്നത് ലണ്ടനിലും. കൃത്യം 56 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന യാത്ര കടന്നു പോകുന്നത് 22 വ്യത്യസ്ത രാജ്യങ്ങളിലൂടെയാണ്. ഇത് കേവലം ഒരു യാത്രയല്ല, യാത്രയുടനീളം മറ്റു പല വിനോദോപാധികളും ഉണ്ടായിരിക്കും. ഒരു സാധാരണ ബസ് യാത്രക്കാരന് യാത്ര ചെയ്യുമ്പോൾ ആവശ്യമായതിലും അധികം സുഖസൗകര്യങ്ങളാണ് ബസ് ടു ലണ്ടൻ എന്ന ഈ ആഡംബര യാത്രയിൽ ലഭിക്കുക. ആയാസരഹിതമായി ഇരിക്കാനുള്ള സീറ്റുകൾക്ക് ആവശ്യത്തിനുള്ള ലെഗ് റൂമും നൽകിയിട്ടുണ്ട്. അതുമാത്രമല്ല, ലഗേജുകളും സൂക്ഷിക്കാനാകും. ഓരോ യാത്രക്കാരനും 2 വലിയ സ്യൂട്ട് കേസുകൾ അനുവദിച്ചിട്ടുണ്ട്. അതോടൊപ്പം ദീർഘദൂര വിമാനയാത്രകളിൽ എന്നതുപോലെ ഓരോ യാത്രക്കാരനും ഹെഡ്ഫോൺ സ്ലോട്ട്, ബ്ലൂടൂത്ത്, USB പോർട്സ് എന്നിവയും നൽകിയിട്ടുണ്ട്. ഇടയ്ക്ക് ബസ് നിർത്തുന്നിടങ്ങളിൽ രാത്രികാല താമസത്തിനുള്ള സൗകര്യവും സൗജന്യമായി ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം എല്ലാ ദിവസത്തെയും പ്രാതൽ, 30 ഉച്ചഭക്ഷണങ്ങൾ, അത്താഴം എന്നിവയുടെ തുകയും ബസ് ചാർജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. സന്ദർശിക്കുന്ന രാജ്യങ്ങളിലെല്ലാം വിസ ടൂർ ഓർഗനൈസർ എടുക്കും. ഇതെല്ലാം നോക്കുമ്പോൾ ടിക്കറ്റ് നിരക്ക് അത്ര വലുതാണെന്ന് പറയാൻ കഴിയില്ല എന്നത് യാഥാർത്ഥ്യമാണ്. 56 ദിവസം തുടർച്ചയായുള്ള യാത്രയല്ല ഇതെന്നതും ഒരു പ്രത്യേകതയാണ്. 24 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം മറ്റൊരു 24 മണിക്കൂർ സ്ഥലം കാണുന്നതിനും മറ്റുമായി ചെലവഴിക്കാം. അതിനുശേഷമായിരിക്കും വീണ്ടും യാത്ര തുടരുക. തുടർച്ചയായി ഏറ്റവും കുറഞ്ഞ ദൂരം സഞ്ചരിക്കുന്നത് 95 കിലോമീറ്റർ ആണെങ്കിൽ മറ്റൊരു ദിവസം തുടർച്ചയായി 675 കിലോമീറ്ററും സഞ്ചരിക്കുന്നുണ്ട്. ശരാശരി ഒരു ദിവസം 440 കിലോമീറ്റർ ആയിരിക്കും ഈ യാത്രയിൽ സഞ്ചരിക്കുക. മൊത്തം സഞ്ചരിക്കുന്ന ദൂരം 12,265 കിലോമീറ്റർ ആയിരിക്കും. യാത്ര യൂറോപ്പിലാണെങ്കിലും ഇത് ഒരുക്കുന്നത് ഒരു ഇന്ത്യൻ കമ്പനിയാണ്. ഇന്ത്യൻ പര്യവേഷണ കമ്പനിയായ അഡ്വഞ്ചേഴ്സ് ഓവർലാൻഡ് എന്ന കമ്പനിയാണ് ഈ യാത്ര രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഇത് ലോകത്തെ ഏറ്റവും നീളം കൂടിയ ബസ് യാത്രയുമാകും. നിലവിൽ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബസ് റൂട്ട് പെറുവിയൻ കമ്പനിയായ ഓർമെനോ നടത്തുന്ന 6200 കിലോമീറ്റർ യാത്രയാണ്. യാത്രക്കാരുടെ വിസയും മറ്റ് യാത്രാരേഖകളും കമ്പനി തന്നെ ശരിയാക്കി തരും. ഹിപ്പി സംസ്കാരം അതിൻ്റെ മൂർധന്യതയിൽ എത്തി നിന്നിരുന്ന 1950, 1970 കാലഘട്ടങ്ങളിൽ യൂറോപ്യൻ ഹിപ്പികൾ സ്ഥിരമായി യാത്ര ചെയ്തിരുന്ന ഹിപ്പി ട്രെയിൽ എന്ന യാത്രയെ അനുസ്മരിപ്പിക്കും വിധമാണ് റൂട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. യൂറോപ്പിൻ്റെ പടിവാതിലിൽ എന്ന് വിശേഷിപ്പിക്കുന്ന ഇസ്താംബൂളിൽ നിന്നായിരിക്കും യാത്ര ആരംഭിക്കുക. നിരവധി ബാൾക്കൻ രാജ്യങ്ങളിലൂടെ കിഴക്കൻ യൂറോപ്പിലേക്ക് യാത്രയുടെ ആദ്യ ഭാഗത്ത് നിങ്ങൾ എത്തിച്ചേരും. ബൾഗേറിയയിലെ സോഫിയ, ബെൽഗ്രേഡിലെ സെർബിയ, ക്രൊയേഷ്യയിലെ സാഗ്രെബ് എന്നിവിടങ്ങളിലായിരിക്കും ഈ സമയത്ത് വിശ്രമം. ഈ നഗരങ്ങളിലെ വിശേഷണങ്ങൾ കണ്ടും കേട്ടും യാത്ര തുടരുമ്പോൾ പിന്നീട് യാത്രയ്ക്ക് ഇടവേളയുണ്ടാകുക ബുഡാപെസ്റ്റ്, ബ്രാറ്റിസ്ലാവ, പ്രേഗ്, വാഴ്സോ തുടങ്ങിയ തലസ്ഥാന നഗരങ്ങളിലായിരിക്കും. അതിനുശേഷമായിരിക്കും അധികമാരും സന്ദർശിക്കാനിടയില്ലാത്ത ലിത്വാനിയ, ലാത്വിയ, എസ്റ്റോണിയ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കുക. പിന്നീട് ഗൾഫ് ഓഫ് ഫിൻലാൻഡ് ഫെറി മാർഗം മറികടക്കുന്ന ബസ് പിന്നീട് എത്തുക സാന്താക്ലോസ് ഗ്രാമത്തിലും നോർഡ് കാപ്പിലുമായിരിക്കും. ട്രോംസോ, ബെർഗൻ, ഓസ്ലോ എന്നിവിടങ്ങളിലായിരിക്കും അടുത്ത സ്റ്റോപ്പുകൾ. മൈലുകളോളം അറ്റ്ലാന്റിക് സമുദ്രം കണ്ടുകൊണ്ടുള്ള ഈ യാത്രയിൽ ഉത്തരധ്രുവ ദീപ്തിയും കാണാൻ കഴിയും. പിന്നീട് കോപ്പൻഹേഗൻ, സ്റ്റോക്ക്ഹോം എന്നിവിടങ്ങളിലൂടെ സ്കാൻഡിനേവിയൻ പ്രകൃതിയെയും അടുത്തറിയാം. ലണ്ടനിലാണ് യാത്ര അവസാനിക്കുക.